ഇത് കുക്കുംബറാണോ? ഇത് കുക്കുംബറാണോ? നമുക്ക് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവം ഞാൻ കാണിച്ചു തരാൻ പോണ്. ചിരക്കും ചെമ്മീനും ഉണക്ക ചെമ്മീനും തൃശ്ശൂർക്കാരുടെ ഒരു വികാരപരമായ ഒരു കൂട്ടാനാണ് കേട്ടോ. അങ്ങനെ വലിയ ചിരക്കാനെ മുറിച്ചു. ഇത് മുഴുവൻ വേണ്ട സരിത, കാലം തെറ്റി ഇഞ്ചി നട്ടിട്ട് നമ്മൾ. അപ്പോൾ ഇങ്ങനെ കൊത്തി കളയ്ക്കുമ്പോഴാണ് നമ്മുടെ ശരീരം ശരിക്ക് എന്താ പറയുക വ്യായാമത്തിൽ ഏർപ്പെടാന്ന് പറയാം. ഉള്ളിൽ ചതഞ്ഞു, പുറം പൊളിയില്ല. ദുരിതം അനുഭവിക്കാൻ ഈ മാങ്ങ എന്ത് തെറ്റ് ചെയ്തു? ചെമ്മീനും കൂടി അരച്ചത്, ചെമ്മീൻ്റെ തല അരച്ചതും കൂടിയിട്ട് ചേർത്തു. മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമായിരുന്നു. ഇഷ്ടംപോലെ മാങ്ങയുണ്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. കഠിനമായ വെയിലത്ത് ഉച്ചയ്ക്ക് 12:30 നമ്മളിവിടെ നിൽക്കുകയാണ്. നമുക്ക് അതല്ല, കുറേ നാളുകൾക്ക് മുമ്പ് നമുക്ക് ഇങ്ങനെ എനിക്കെതിരെ ഒരു കണ്ടമാന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ആവശ്യമില്ലാണ്ട് ഓരോ സാധനങ്ങൾ പറിച്ച് അവിടെ കൊണ്ടു കുഴിച്ചിടാ, ഇവിടെ കൊണ്ടു കുഴിച്ചിടാ. സത്യം തന്നെ, വെറുതെ പറഞ്ഞില്ല. അപ്പം ഞാൻ ആ പരിപാടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് കുറേ നാളുകളായിട്ടില്ല. നിങ്ങളിപ്പോൾ കാണാറില്ല അങ്ങനെ പറിച്ച് കുഴിച്ചിടുന്നത് അല്ലെങ്കിൽ മാറ്റി കുഴിച്ചിടുന്നത് കാണാറില്ല. അപ്പോൾ ഇത്തവണ ഞാൻ സത്യസന്ധമായിട്ട് പറിച്ച് കുഴിച്ചിട്ടില്ലേ, പറിക്കാൻ പോവാണ്. അതാണ് കാണിക്കാൻ പോകുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ചീരയാണ് കേട്ടോ. കണ്ട, ഇത് ചീരയാണ്. കണ്ട, ഇത് വിളവെടുപ്പ് കാലം കഴിഞ്ഞു. ഇല്ല, ഇതൊക്കെ പൂവാണ്ടി ചേട്ടാ, ഇതൊക്കെ അവൾക്ക് അത് കൊടുത്തു. ഒരു വലിയ തടം കൂടി ഉണ്ട് കേട്ടാ. ഇവിടെ വലിയ തടം കൂടി ഉണ്ട്. അയ്യോ, എന്നാലും ഇത് ഇല ചേട്ടാ കൂട്ടാൻ വെക്കാൻ ചേട്ടാ. ഇല്ല, ഈ ഇല ആരും എടുക്കില്ല. നീ എന്നെ കളയുന്നത് അപ്പടി ഇതാണ്. ഇത് അരിഞ്ഞിട്ട് ഇതിന്റെ ഇല മാത്രം ഉള്ളി എടുത്തിട്ട് ഞാൻ കൂട്ടാൻ വെക്കാം. ആര് കൂട്ടാൻ വെക്കണം? നീ ഇത് അതിലത്തെ കൂട്ടാൻ വെച്ച് ഒരു ഓടുണ്ട് ചെയ്യേ. അയ്യോ, ഇതപ്പോ കോഴിക്ക് കൊടുക്കാൻ പോവാ. ഇത് കോഴിക്ക് കൊടുക്കും. പിന്നെ ഇതിന്റെ ഇവിടെ ഞാൻ പുതിനില കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ കൂടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ വെയിലത്ത് തന്നെ ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ വെയിലത്ത് തന്നെയാണ്. നിക്ക്, മറ്റേ സാധനം കാണിച്ചു തരാം. ചാക്കിലത്തെ സാധനം കാണിച്ചു തരാം. വേറെ സംഗതികളൊക്കെ കാണിച്ചു തരാണ്ട്. നമ്മുടെ കൃഷി സ്ഥലത്ത് വെച്ചാൽ ഇവിടെ മുഴുവൻ വെയിലാണ്. ഇതേ ചാക്കില് നട്ടിട്ടുള്ള ഒരെണ്ണം ഇതേ അടിപൊളിയായിട്ട് ഇതേ പടർന്ന് പന്തലിച്ച് വിട്ടിരിക്കുന്നു. കണ്ട, ഇതിനുള്ളിൽ എന്തുമാത്രം സാധനം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ നമ്മൾ മറ്റേ വിയറ്റ്നാം, തായ്ലൻഡ്, എവിടുത്തെ സാധനം അത് കാണിച്ചു തരാം. അല്ല, ഇതിനടക്കാം. ഇതാണ് നമ്മുടെ ചാക്ക് കേട്ടോ വെച്ചോണ്ടത്. നോക്കിയേ, ചാക്കിൽ വെച്ചോണ്ടത് കേട്ടോ. ഈ എല്ലാ സ്ഥലത്തും നോക്കിയ തരുതാ. ഇതിൻ്റെ ഉള്ളിൽ എന്തുമാത്രം ഉണ്ടാവും എന്നറിയില്ല. ഭയങ്കര ഇല്ല, ഞാൻ തൊടണില്ല. അത് അന്നാക്കുമ്പോൾ അത് എവിടെ വെക്കാൻ ഉദ്ദേശിക്കണം വെച്ചാൽ അവിടെ വെച്ച് നിറച്ചാൽ മതി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ നിറച്ചിട്ട് ഞാൻ ഇത് എടുത്തിട്ട് അവിടെ കൊണ്ടേക്കെന്ന് പറഞ്ഞു. അന്ന് വെച്ചിട്ടിരിക്കണതാണ്. ഇത് എന്നെങ്ങനെയുള്ള ഈ സാധനം നനഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിക്കാനാവുന്ന, മണ്ണിന് നനവ് ആയി കഴിഞ്ഞാൽ ഇരട്ടിക്കാനാവുന്ന പറഞ്ഞൂടാ. പിന്നെ അറിയാം, ചേട്ടനല്ലേ പറഞ്ഞേ അത് നിറച്ചിട്ട് ഇവിടെ കൊണ്ടേക്കുന്നു. കേരളത്തില് ഒരു അടുക്കള തോട്ടത്തിലും ഇല്ലാത്ത, ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവം ഞാൻ കാണിച്ചു തരാൻ പോണ്. ഇത്രയും വലിപ്പമുള്ള, അത് കോടീശ്വരന്റെ പ്രമോല് ഉണ്ടായിരുന്ന സാധനം. എന്താ ഇന്ന് വരെ ഒരു പൂരത്തിനും കത്തിച്ചിട്ടില്ലാത്ത ഒരമിട്ടാണ് ഈ സാധനം. ചേട്ടനെ പറ്റി പറയുന്നത് അങ്ങനെയാണ്. നോക്കിയേ, ഇത് കുക്കുംബറാണോ? ഇത് കുക്കുംബറാണോ? ഇത്ര വലിപ്പമുള്ള കുക്കുംബർ നോക്കിയേ. ഇവന്റെ വലിപ്പം നോക്ക് കണ്ടാ. വലിപ്പം ഞാൻ കാണിച്ച പൊട്ടിക്കാൻ പോകണട്ടാ. അയ്യോ, ആ സാധനം എടുക്കായിരുന്നു. വേണ്ടത് വെറുതെ തൊട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇതിലും വലിയ കുക്കുംബർ കേരളത്തിൽ വല്ലവർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. എങ്ങനെ നോക്കിയാൽ ഇതിൻ്റെ വലിപ്പം നോക്കിക്കോട്ടെ. എൻ്റെ തലയും ഇത് ഇത്രയ്ക്കാണ് വലിപ്പം. ഏകദേശം ഒരു 1.25 കിലോ എത്ര തൂക്കണ്ട, ഒരു 1.5 കിലോന് മീതെ. അല്ല, അത് ഇല്ല, അത് വെറുതെ ഒരു കുഞ്ഞു സാധനമാണ്. കുഴപ്പമില്ല. ഇങ്ങനെ ചാടിയേ ഇവിടെ വെച്ചിരുന്നപ്പോ എത്ര ഏകദേശം 1.5 കിലോ തൂക്കം ഈ കുക്കുംബറിനുണ്ട് കേട്ടോ. ഇത്രയും വലിയ തൂക്കമുള്ള കുക്കുംബർ വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളോ. കണ്ട, 1.5 കിലോ ഉണ്ട്. ആ പണി തൂക്കം നോക്കാം. 1.5 കിലോ കൂടുള്ളോ? ഇല്ല,
എന്താ പോട്ടെ ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ എൻ്റെ ഭക്ഷണം. ചക്ക ചക്ക ചക്ക. ഇനി ചെയ്യാൻ പോണത് ഇത് കുറെ കേട്ടിട്ടുണ്ട് വൈകുന്നേരത്തെ ഭക്ഷണം. എന്താ? അതെ, ഇന്നാളിതുപോലെ മറ്റേ ഒരു ഗ്രൂപ്പ് കോള് വന്നു കേട്ടാ. ഗ്രൂപ്പ് കോള് വിളിച്ചു. ആരാന്നറിയോ? നമ്മുടെ അധോലോകത്തിൻ്റെ എല്ലാവരും കൂടി ഇട്ടിട്ടാ ഗ്രൂപ്പിൽ. എന്നിട്ട് എല്ലാവരും കൂടി ഭയങ്കര വർത്താനം. അതിൻ്റെ ഇടയിൽ വൈകുന്നേരം ആട്ടാ. അപ്പം ചേട്ടൻ ഇതുപോലെ ഒരു കുക്കുംബർ പൊട്ടിച്ചതിരിക്കണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് വന്നിട്ട് അവരെ മുന്നിൽ വെച്ചിട്ട് ജാതി ഷൈൻ ചെയ്ത് ഇങ്ങനെ ചെത്തി അവിടെ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് സംസാരിച്ചോണ്ടിരിക്കട്ടാ. അപ്പം അത് അവരെ മുന്നിൽ നിന്നിട്ട് ഇതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ എൻ്റെ ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് കോളൊക്കെ കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ വന്നിട്ട് ഷോ നിങ്ങളുടെ കൂണ് കഴിഞ്ഞൂലേ, ചോറൊക്കെ ഇനി കളയേണ്ടി വരില്ലേ, ഷോ ദേ മീൻ കൂട്ടാനും ഉണ്ട്, ഇതൊക്കെ കളയേണ്ടി വരില്ലേ. ഭയങ്കര ഒരു ത്യാഗം ചെയ്യണ പോലെ പോയിട്ട് പ്ലേറ്റ് എടുത്തോണ്ട് ചോറും കൂട്ടാനെടുത്ത് ചോറുണ്ടോ. അത് രാത്രി 9 ഇവരെ 7:30 7:45 അല്ല 7 മണി തൊട്ട് 7:45 വരെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും വേറെ വേണ്ടേ? അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു വലിയ കുക്കുംബർ തിന്നാ മതി. അതിന്റെ കൂടെ ഒരു ഡയലോഗ്, ഇതാണ് വൈകുന്നേരത്തെ എന്റെ ഭക്ഷണം. എന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 9:30 ഇപ്പൊ അടുക്കളയിൽ വന്നിട്ട് ഇതൊക്കെ തുറന്നു നോക്കിട്ട് ഇതൊക്കെ ഇനി കളയേണ്ടി വരില്ലേ, ചോറൊക്കെ ബാക്കിയായില്ലേ. അടുത്ത് പോവാ. വർത്തമാനം പറഞ്ഞ് ക്ഷീണിച്ചു. ഇനി ചെയ്യാം അല്ല ഇനിയിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അനിലേട്ടൻ ഇവിടെ ചരക്ക അത് കണ്ടമാനം പടർത്തിയിട്ടുണ്ട്. കണ്ട ഇതിൻ്റെ മുകളിലേക്കോ പടർത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ ഉണ്ടായിക്കുന്നുണ്ടാ, ചരക്കുണ്ടായിക്കുന്നുണ്ടാ, അതായത് നിറയെ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു കവിത എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി, കവിത എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി രാജസ്ഥാൻ ഒരു കൊല്ലം മുന്നങ്ങടാന്നോണ്ട് ചരക്ക കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊരു പാചകം ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ നാളായി. അപ്പോൾ നമുക്ക് കോട്ട് വായിക്കുന്നത് ഇതിൽ വാ അപ്പോൾ ഇതിൻ്റെ കടയൊക്കെ പടിയാണ് കേട്ടോ. അല്ല ഞാൻ അടക്കി. അപ്പോൾ ചരക്കുണ്ട്. ഞങ്ങൾ കവിതയുടെ പാചകം നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇങ്ങോട്ട് പാടി ഇപ്പം ചെയ്യണില്ലേ ചേട്ടൻ പോയിട്ട് പൊട്ടിച്ചോ. ഇവിടെ ചരക്കകളുണ്ട് കേട്ടോ. അതേ കടലാസിൽ ഇഷ്ടം പോലെ ചരക്ക കണ്ട. ഇവിടെ ഒരു ചരക്കുണ്ട്, കുറേ ഉണ്ട് ചരക്ക. അപ്പോൾ ഞാൻ ഈ ചരക്കേനെ പൊട്ടിക്കുകയാണ്. നമുക്ക് ഇന്ന് കളയ്ക്കുമ്പോൾ ചരക്കല്ല, ചീഞ്ഞ മണമൊന്നുമില്ല. അത് ഈ വളത്തിൻ്റെയാണ് ഡെമ്മിലുള്ളത്. വാ ഇത് പിടിച്ചോ. എല്ലാ സ്ഥലത്തും കൊട്ടും ഇതാ. വാ ഈ സമയത്ത് ഇങ്ങനത്തെ നല്ല കുമ്പളങ്ങ ഇതാണെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ചിട്ട് നമുക്ക് ഓല ഉണ്ടാക്കാം. ദേ ഇവിടെ കുമ്പളങ്ങ. ഇതൊക്കെ അനിലേട്ടൻ്റെ കൃഷിയാണ് കേട്ടോ. നടന്നോ സരിതയാണ് ചെമ്മീനും ചരക്കും തമ്മിലുള്ള കൂട്ടാൻ വയ്ക്കാൻ പോകുന്നത്. ചരക്കും ചെമ്മീനും ഉണക്ക ചെമ്മീനും തൃശ്ശൂർക്കാരുടെ ഒരു വികാരപരമായ ഒരു കൂട്ടാനാണ് കേട്ടോ. എന്താ സരിത അതല്ലേ? ആ ചരക്കര വലിപ്പം നമ്മുടെ കുക്കുംബർ അത്രയ്ക്കില്ല, എൻ്റെ അടുത്ത് തന്നെയുണ്ട്. കണ്ടാ നോക്കിയേ, ഒരു നേരിയ വ്യത്യാസമുള്ള കണ്ട. ഇനി ഒന്നുമില്ല. അപ്പോൾ ശരി, ഇത് നന്നാക്കിയിട്ട് കഴുകില്ല സരിത? ഞാൻ വെറുതെ നിന്ന് കഴുകി. എൻ്റെ പൊടിയൊക്കെ മണ്ണിൽ കിടന്നല്ലേ സരിത അത് നുറുക്കാൻ പോകണം കേട്ടാ. നമ്മുടെ പണിയിലേക്ക് നമ്മുടെ ഇഞ്ചിയിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. അല്ല ഇഞ്ചിക്ക് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ല, ഇഞ്ചിയുടെ കടയ്ക്ക് മൂക്കാത്ത ടൈപ്പ് ഇഞ്ചി ഉണ്ടായിട്ടുണ്ട്. തേങ്ങ ആകെ മിസ്റ്റേക്ക്. നീ നോക്കിക്കോ. അങ്ങനെ വലിയ ചരക്കേനെ മുറിച്ചു. ഇത് മുഴുവൻ വേണ്ടേട്ടാ സരിത, കാരണം നമുക്ക് എന്തോ അതങ്ങനെ തന്നെയാണ് ചരക്കി അങ്ങനെയുണ്ട്. അതിൻ്റെ ഉള്ളിട്ട് മാത്രം മതി, ചോറ് എടുക്കില്ലല്ലോ. അല്ല അതാ ഒരു വിധം ലെവലിൽ എടുത്താൽ മതി. നീ ആക്കിയത് ഇത് അത്രയും മൂത്തിട്ടില്ല. ഇത് ചള്ളാണ്. കുറേ സാമഗ്രികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടേക്ക്. ഞാനിത് നുറുക്കി കൂട്ടാൻ വെച്ചോളാം. ചരക്കും ചെമ്മീനും വെക്കാൻ എല്ലാവർക്കും അറിയുമായിരിക്കും. ചരക്കും ചെമ്മീനും അപൂർവമായിട്ടാണ് വെച്ചിട്ടുള്ളൂ. നമ്മൾ പടവലങ്ങയും ചെമ്മീനാണ് കൂടുതലും വെക്കാറ്. അത്രയ്ക്കാണ് ചെത്തി കളഞ്ഞാൽ മതിട്ടാ. അത് മതി. ഇനി കളയണ്ട, കുരുക്കുണ്ടായിക്കോട്ടെ. ഇതൊരു കുരു ഭയങ്കര ചള്ള. കൈ നോക്കിയോളോ, ഞാനാക്കിയോളാം. നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ പണി നോക്കിക്കോ. അപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്തേക്കാണ് പോണു. നിനക്ക് ഇഞ്ചി വേണ്ടേ?
അപ്പം ഇഞ്ചി വീട്ടിൽ ഇഞ്ചി ഉണ്ട്. ഇവിടെ നമ്മുടെ ചാക്കിൽ അല്ല ഇതിൽ ഇഞ്ചികൾ നട്ടു. പക്ഷെ കാലം തെറ്റി ഇഞ്ചി നമ്മൾ നട്ട കാരണം എന്തുണ്ടായി വെച്ചിട്ട് നോക്കിയാൽ ഇതിൻ്റെ കടയ്ക്കുള്ളത് അത്രയ്ക്കാണ്ട് മൂത്തിട്ടില്ല. ഇത് വെറുതെ ഒന്ന് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലേ കണ്ടോ, അത്ര വലിപ്പം അത്രയ്ക്കായില്ലേ. നമ്മൾ നേരം വൈകിട്ടല്ലേ ഇഞ്ചി നട്ട്, ഇഞ്ചിയുടെ ശരിക്കുള്ള സമയത്തല്ല നട്ടുകൊണ്ടത് അല്ല. അതുകൊണ്ട് നമുക്ക് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. അതെ അത്യാവശ്യത്തിന് ഇഞ്ചി ഉണ്ട് കേട്ടോ. നല്ല ചള്ള് ഇഞ്ചി ആയിരിക്കും. വണ്ണം വെച്ചില്ല പറഞ്ഞു. അല്ലടി ഇതന്നെയാ പറക്കണത്. എൻ്റെത് നിനക്ക് ആവശ്യമില്ല ഇഞ്ചി. ഒരു ചെറിയൊരു വീട്ടിലുണ്ടായിരുന്നു. ആ അല്ല ഞാൻ അത് കാണിച്ചു കൊടുക്കണ്ടേ ആളുകൾക്ക്. നമ്മൾ കൃഷി ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാവുന്നത് കാണിച്ചു കൊടുക്കണ്ടേ. കേട്ടാ ഇഞ്ചി എടുത്താൽ മതി. നല്ല ഇഞ്ചിയാണിത്. കണ്ടാ എവിടെ ബാക്കിൽ ഓടിയിട്ടുണ്ട്. പച്ചമുളക് നീ പൊട്ടിച്ചാൽ മതി. ഇനി ഞാൻ പൊട്ടിച്ചോളാം. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ നമുക്ക് ഇപ്പോൾ ചേന നടേണ്ട ടൈമായി തുടങ്ങിയിട്ടാ. മകരം കഴിഞ്ഞാൽ കുംഭമാസത്തിലാണ് ചേന നടുക. അതിൻ്റെ ഒരു ചേന ഒരെണ്ണം മതി നമുക്ക്. ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിന് പീസുകളാക്കിയിട്ട് നമ്മൾ ഈ മാസം പകുതി ആകുമ്പോൾ ഫെബ്രുവരി പകുതി കഴിയുമ്പോൾ നടും. നമുക്ക് ചീരനെ നശിപ്പിക്കാം. കണ്ട ഇതിൻ്റെ ഇടയിലേക്ക് മറ്റേ ഇതൊക്കെ പറന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എന്നിട്ട് പറയുക ഇതിനെ മധുരക്കിഴങ്ങ് അവിടെ പുതിന നട്ടിട്ടുണ്ട്. അവർക്ക് എന്തോ ഒരു ഉഷാർ കുറവേ, ഭയങ്കര ഉഷാർ കുറവ്. വലിപ്പത്തിൽ കൊണ്ട് വരുന്നില്ല. ബാക്കിയുള്ള ഉഷാറായി. ഇതേ മണിത്തക്കാളി നോക്കി ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ മണിത്തക്കാളി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതേ ഓരോ ഇടയിലിടയിൽ ഓരോ തൈകളുണ്ട്. ഈ ചീര തടത്തിൽ നല്ല പോലെ വളമുണ്ട്. അതായത് ഈ പുതിന നന്നായിട്ടുണ്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പക്ഷെ പുതിനയ്ക്ക് ഇത്ര വെയിൽ വേണ്ട ചേട്ടാ. വെയിൽ കുറവുള്ള സ്ഥലത്ത് പുതിന നട്ടാൽ മതിയായിരുന്നു. വെയിൽ വേണം. തീ അത്രയ്ക്ക് വേണ്ട. ഇല്ല എനിക്ക് ആ കുക്കുംബറിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ചിരി വരാ. എന്തിന്? ഞാൻ എന്നിട്ട് ചോറിന വന്നപ്പോഴുള്ള കാര്യം ആലോചിക്കുക. എനിക്ക് ഉറപ്പായിരുന്നു ചേട്ടൻ ചോറിനാ വരുന്നത്. അതെ. പക്ഷെ ചേട്ടൻ ചോറിനാ വരുമ്പോ എന്തായിരിക്കും പറയുക എന്നുള്ള ഒരു എക്സ്ക്യൂസും കൊണ്ടാണല്ലോ വരാ. എപ്പോ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും കഴിക്കാൻ വരുമ്പോ എന്തിട്ടെങ്കിലും ഒരു ന്യായീകരണം കൊണ്ടാവും വരാ. ചേട്ടൻ അന്ന് പറയാന്നുള്ളതായിരുന്നു ഞാൻ ആലോചിക്കേണ്ടത്. അപ്പൊ പറയാ അതല്ല രസം. ഞാൻ ആ കുക്കുംബർ തിന്നുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ഈ വീഡിയോ കോളിൽ കുറെ പേരുണ്ടല്ലോ, ശശിയൊക്കെ പറയണേ ഇതാണ് ഏറ്റവും നല്ല ആരോഗ്യശീലെന്ന്. വൈകുന്നേരം കേട്ടോ അജു കേട്ടോ ഒരൊറ്റ കുക്കുംബറിലാണ് വൈകുന്നേരത്തെ ഭക്ഷണം ഒതുക്കിയത്. അവരിനിപ്പോൾ ഇത് കാണുമ്പോൾ സാരല്ല പോട്ടെ. നമ്മുടെ ചീരിയിൽ അത് മുഴുവൻ പറിച്ച് കളഞ്ഞു. കോഴികൾക്കാണ് കേട്ടോ അത് കൊടുക്കാനാ. എന്നിട്ട് ഇവിടെ ഞാനേ ഒരു ചാല് കയറുന്നുണ്ട്. ചാല് കൊത്തിയോണ്ടേ ഒരു ചാല് കയറുന്നുണ്ട്. മണ്ണ് മാറ്റിയിട്ട് ഇനിയിപ്പോൾ നല്ല വേനൽക്കാലമല്ലേ വരാൻ പോണത്. അപ്പോൾ പുതിനയ്ക്ക് നനയ്ക്കാനായിട്ട് ഒരു സൗകര്യം ഉണ്ടാക്കണം ഞാൻ. ഇപ്പോൾ ഇവിടെ ചുറ്റും ഇഷ്ടിക കെട്ടിയിട്ടുണ്ട്. ചുറ്റില്ല 3 സൈഡ്. ഇനി നമ്മുടെ കുടിൽ മേയാൻ കൊണ്ടുവന്ന ഓട് കുറേ ഇരിക്കുന്നു ബാക്കി. കണ്ട ഓട് ഇങ്ങനെയായിട്ട് വയ്ക്കും. എൻ്റെ ഇവിടുത്തെ പുതിനേരെ ഒരു പരാതിന് ആവശ്യത്തിന് വളം കിട്ടുന്നില്ല. അപ്പോൾ ഈ വളം ഒന്നും വേറെ സ്ഥലത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് എടുത്തപ്പോൾ. ഇത് നല്ല വെയിലാ. ഇഷ്ടം പോലുള്ള കാരണം കൊണ്ടേ ഏതെടുക്കണ്ടെന്ന് കൺഫ്യൂഷൻ. കണ്ട ഉണങ്ങി ഇങ്ങനെ മുരിഞ്ഞു. കടലാസ് കത്തണ പോലെ കത്തും സുഖമായിട്ട്. ഇതുള്ളു വല്ല പാമ്പിരിക്കുണ്ടാവോ? ഈ സൈഡിലോട് വയ്ക്കും. പിന്നെ സെറ്റായി കള്ളി. സരിതയുടെ അടുപ്പ് കത്തിക്കാനേ തേങ്കാശി അടുപ്പില്ലേ, അതിലാണ് കൂട്ടാൻ വയ്ക്കുന്നത്. ഒരു ഓട് കൂടി വേണം. ഓട് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് വരാം. കത്തിക്കാട്ടാ. ആ വെള്ളം കുടിക്കില്ല. അല്ല
ഞാനെന്തൊരു തീ കത്തിച്ചേ ഞാൻ വെറുതെ കത്തിയിരുന്നോട്ടെ. കുറച്ചുകൂടി സാധനങ്ങൾ ശരിയാക്കണ്ട്. ചിരക്ക പകുതി എടുത്തിട്ടുള്ളത് ഇത്ര മതി. അത് മതി അത് മതി. എന്തൊരു വെയിലോ. ഉള്ളിയും ചതക്കണം. ചതക്കാനുള്ള സാധനം എടുത്തോളുന്നുണ്ട് ചേട്ടാ. ഇല്ലല്ലോ ചിരിക്കണേ. എൻ്റെ വായിലിട്ട് ചതക്കേണ്ടി വരും. അയ്യേ ഉള്ളി പറിക്കണേ. ഉള്ളിയല്ലേ ഇരിക്കണേ. ആ ഉള്ളി ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഉള്ളി എവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. ആവശ്യത്തിന് ഉള്ളി എടുത്തോ. കാച്ചാനുള്ള ഉള്ളിയും ഒക്കെ ഉണ്ട്. ഞാൻ കൊണ്ട് പൊക്കോ. ഉള്ളിയുടെ തണ്ട് കണ്ട. ഉള്ളി ഇവിടെ പറമ്പിൽ കുറേ ഇതിപ്പോൾ കുറേ നാളായി ആക്കിയിട്ട് പറിച്ചിട്ട് ഇട്ടിട്ട് ഒരു കുഴപ്പമില്ല. എത്ര നാളായിട്ട് കിടക്കുന്നില്ല. മഴക്കാല കഴിഞ്ഞപ്പെടുന്നു പെട്ടെന്ന് തന്നെ നാശമാവും. വേനൽക്കാല കഴിഞ്ഞപ്പോഴും ഇവിടെ നിന്ന് ചുങ്ങുകയും ചെയ്യും. ചുരുങ്ങും. കൊത്തി ഇളക്കണം. ചീരയ്ക്ക് ചാണം ഇട്ട് തരണം. ഇതിൽ ചാണത്തിന് ഉണ്ട്. എന്നാലും നമ്മൾ ഇത്തിരി കൂടി ഇടണം ചാണം. ഇങ്ങനെ കൊത്തി കളയ്ക്കുമ്പോഴാണ് നമ്മുടെ ശരീരം ശരിക്ക് എന്താ പറയുക വ്യായാമത്തിൽ ഏർപ്പെടാന്ന് പറയുക. വ്യായാമമല്ല, മൊത്തം ശരീരം ഇളകുക. മറ്റേ കൈക്കോട്ട് കളിക്കുമ്പോൾ നമ്മളിപ്പോൾ നോക്കിയാൽ ഉദാഹരണം എടുത്ത് കൈക്കോട്ടാന്ന് വിചാരിക്കുക. നമ്മൾ കൈക്കോട്ട് കളിക്കുമ്പോൾ നമ്മൾ അയ്യോ കാലുമുണ്ടാണ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കലല്ലോ. ഇവനാകുമ്പോൾ എടുത്ത് പൊക്ക നമ്മുടെ ഷോൾഡറിനും ഒക്കത്തിനും പുറത്തും എന്താ പറയുക നോക്കിയാൽ പിന്നിലേക്ക് ഇങ്ങനെ പോകില്ലേ. നമ്മൾ യോഗ ചെയ്യുമ്പോൾ പാദഹസാസനം ടൈം ടൈം ഇപ്പം ഇത്രയ്ക്ക് താഴില്ലെന്ന് മാത്രം. സരിത കൊത്തിയെടുത്ത് കളക്കുന്നതില്ലേ പാദഹസാസനം ചെയ്യുന്ന പോലെയെന്ന്. ഓട് വയ്ക്കുമ്പോൾ ഇവിടെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് മധുരക്കിഴങ്ങല്ലേ, അത് പ്രതി കിടക്കില്ലേ. അല്ലെങ്കിൽ പുതിനനെ അവഞ്ഞെരുക്കും. പാക്ക് കൊത്തിയിളക്കി ഇതിലേക്ക് ചാണം കൊണ്ടുവരാം. ചാണം പകുതി പച്ചയും പകുതി ഉണക്കിയിട്ടുള്ള ഒരു ടൈപ്പ് ഇതിൽ മിക്സിങ് ആക്കണം. വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നനയ്ക്കുമ്പോൾ എല്ലാ സ്ഥലത്തേക്ക് ആയിക്കോളും. സരിത ഗോൾഡൻ ബെറിയില്ലേ ഞൊട്ടാഞ്ഞൊടിയാൻ എന്ത് രസം തിന്നാൻ. നിനക്ക് വേണോ? അവരെ പൊട്ടിച്ചു പറയാനാണോ ഇങ്ങോട്ട് വന്നേ? നമ്മളവിടെ നോക്കിയാ ഇതിപ്പോൾ തട്ടി നേരത്തിൽ കഴിഞ്ഞു കേട്ടോ. കണ്ട ഞൊട്ടാഞ്ഞൊടിയാൻ ഇതിൻ്റെ കായ്ക്കാണ് ഗോൾഡൻ ബെറി. ഗോൾഡൻ ബെറി എന്നല്ലേ പറയാ സരിത? അല്ല അതിങ്ങനെ ഇനിയാണല്ലോ. ഇല്ലടി നല്ല മഞ്ഞ കളർ നല്ല ഭംഗി. അതല്ല അതിന് ഗോൾഡൻ ബെറി അല്ല. ഇതേ ഇതൊരു കുഴപ്പമെന്ന് അറിയും. നോക്കിയാ കണ്ട ഇത് പഴുക്കണില്ലേ, നിലത്തേക്ക് വീഴാ. നീ പറഞ്ഞത് നോക്കിയേ. എനിക്കറിയാം നല്ല ടേസ്റ്റാന്ന് അറിയാം. ഞാൻ ഇഞ്ചി ഉള്ളിൽ ചതച്ചിട്ട് വരാം. ഒരു കാര്യം ചെയ്താലോ, എനിക്കുള്ള നാളേരം കൂടി ഇവിടെ അരച്ചിട്ട് വരാം. ചേട്ടൻ നാളെ എടുത്തില്ലേ? നോക്കിയേ ഇത് നോക്കിയേ കടിച്ചീനെ എന്ത് നീതി പറയുന്നത് നോക്കിയേ. പുളി അത് അത്ര പഴുതുണ്ടാവില്ല. ആ ഇത് നോക്കിയേ. ഒരു കവറിങ് കൊടുത്തിട്ട് അതിലാണ് സംരക്ഷിച്ച് നിർത്തുന്നതിന്. ഇവിടേക്ക് ഒരു സാധനം എടുക്കാൻ മറന്നു. അതായത് ഈ ചതയ്ക്കുന്ന സാധനം എടുക്കാൻ മറന്നു. പിന്നെ ഇതിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് നാളികേരമൊക്കെ അരച്ച് ചേർക്കാനുള്ളത്. നാളികേരം അപ്പോൾ സരിത ഇതൊക്കെ അരച്ചിട്ട് ഒക്കെ കൊണ്ടുവന്നിട്ട് അതിലേക്ക് ചെമ്മീനും അരക്കാണ്ട് ആ അതൊക്കെ ചെയ്തിട്ടോ. ഞാനേ ഒരു മാങ്ങ പൊട്ടിച്ചിട്ട് മുളകും ഉപ്പും കൂടിയിട്ട് തിന്നട്ടെ. അപ്പോൾ പുതിന നടല് കഴിഞ്ഞ പുതിന പറിക്കാൻ പോവാം. മാങ്ങ വരാൻ പൊട്ടിക്കുക. ഇതിപ്പോൾ മാങ്ങ നിറച്ചിട്ടുണ്ട് അതിൻ്റെ. അതെ ചെമ്മീൻ വറക്കണം എന്തായാലും തീ കത്തിക്കണം. അതെ എന്നാ കഴിച്ചോ. അതെ ഒരു മാങ്ങ പൊട്ടിക്കുന്നു കണ്ടാ. കേൾക്കട്ടെ എൻ്റെ കയ്യും കേൾക്കട്ടെ. പണ്ട് ഇങ്ങനെ മാങ്ങയുടെ പൊട്ടിക്കും. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? എന്നിട്ട് കണ്ട മരത്തമ്മിൽ തെങ്ങിൽ നോക്കി സരിത ഇങ്ങനെ ഇടിക്കും. ഞങ്ങളുടെ പിള്ളേരുകൾ കുഞ്ഞിതായിരിക്കുമ്പോൾ ഇടിച്ച് അവനെ പൊളിക്കും. ഇത് ഇത്തിരി ബലം ഉണ്ടല്ലോ. കല്ലുകൊണ്ട് ഇടിച്ച് ചതയ്ക്കും, കിട്ടിയമ്മഴൊക്കെ ഇട്ട് ചതയ്ക്കും.
ഉള്ളിൽ ചതഞ്ഞു. പുറം പൊളിയില്ല. അന്നൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ 2 ഇലക്കലൊക്കെ ആകുമ്പോഴേക്കും പൊടിയും. പോലീസുകാരെ പോലെ അല്ലേ? പോലീസുകാരല്ല അങ്ങനെ പുറമേക്ക് പരിക്കൊന്നും കാണാത്ത വിധത്തിൽ ഉള്ളിൽ ആക്കണ വിധത്തിൽ ഇടിക്കുക. ചതഞ്ഞു. എൻ്റെ മാങ്ങേ, ഇത്രയും ദുരിതമനുഭവിക്കാൻ ഈ മാങ്ങ എന്ത് തെറ്റ് ചെയ്തു? ചതഞ്ഞിന്റെ ഉള്ളിൽ ചതഞ്ഞിട്ട്. പക്ഷെ ആള് അല്ലടി നോക്കിയേ, ആകെ ചതഞ്ഞിണ്ട് കണ്ട. ഉള്ളൊക്കെ തകിട്ട് പൊടി. നോക്കിയേ, ഇതൊരു തിരി മിളക് ഉപ്പും കൂട്ടിയിട്ടാണ് ഇത് നോക്കിയേ. നൊസ്റ്റാൾജിയ കിടങ്ങനെ ചതക്കി ഞങ്ങൾ കല്ലിട്ടിട്ട് ചതയ്ക്കും ഓരോരുത്തർക്ക്. എന്നിട്ടോ എന്നിട്ട് വീട്ടിൽ നിന്ന് മുളക് പൊടി ഉപ്പ്. അപ്പം അമ്മരയും ചീത്തേക്കും. എന്തിനാണ് മുളക് പൊടി ഉപ്പും കൊണ്ടുപോകണമെന്ന് അറിയാം. ഇത്തിരി ഉപ്പ് വിതറും. സരിതയ്ക്ക് ഒരു കടി കടിക്കിട്ടാ. എന്നിട്ട് ഇതിങ്ങനെ ഞാനേ ഇത് വറക്കാൻ പോവാ ചെമ്മീൻ. ഈ പിച്ചിറമ്പിക്കലാണ് അതിൻ്റെ ഏറ്റവും രസം. ഇതിപ്പോൾ ഇത് കാണുന്നവരെ വായിലും വെള്ളം വരുന്നുണ്ട്. ഒരു കടി അടിച്ചേ. എനിക്കിത് വയ്യാത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല. അങ്ങനെ കടിച്ചോ? എനിക്ക് ഇഷ്ടമില്ലാത്തത് ഒന്ന് വെച്ചാലേ പുളി എനിക്കധികം താല്പര്യമില്ല. നല്ല രസമല്ലേ? മൂക്കാത്താറ് അത്ര പുളിയില്ല. മൂവാണ്ടനല്ലേ? അങ്ങനെ ഒരു കാലം. നീ സരിത ചെമ്മീൻ മറക്കാൻ പോകട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ പ്രദേശം മുഴുവൻ മണമായിരിക്കും അല്ലേ? ഈ കൂട്ടാൻ വയ്ക്കണേ ഈ ലോകം മുഴുവൻ അറിയും. ഇല്ലേ ഉണക്ക ചെമ്മീൻ. അല്ല ചേട്ടൻ്റെ ശബ്ദത്തിന് പാടാൻ പറ്റിയ പാട്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഏത് പാട്ടാന്ന് ഓർമ്മയില്ല. അങ്ങേക്കര ഇങ്ങേക്കര അങ്ങനത്തെ പാട്ടൊന്നല്ല. തക്കിടമുണ്ടൻ താറാവ് തതിക്കുമുണ്ടൻ താറാവ്. അല്ല ചേട്ടൻ്റെ സൗണ്ടിന് പറ്റിയ പാട്ട് അത് യേശുദാസിന്റെ ഏത് പാട്ടായിരുന്നു? വാചാലം എൻ മൗനവും നിൻ മൗനവും. ഞാൻ വായിച്ചതായിരുന്നു. ദൈവമേ കമന്റ് മറന്നുപോയി. അല്ല നമ്മളിപ്പോ അത് ഓർത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ല ചേട്ടൻ ഇഷ്ടമുള്ള പാട്ടല്ലേ ചേട്ടൻ പാടുള്ളൂ. വേറെ കാര്യം. കുഴല് വേണം ചേട്ടാ. കുഴലൊന്നും ഞാൻ കത്തിച്ചേരാം. പിന്നെ ഇരിക്കുന്നോ? ഞാൻ കത്തിച്ചേരണത് ഊതാള്ള കുഴല് കണ്ട. ചൂടും പുകയൊന്നും തട്ടാണ്ട് അകലെ ഇരുന്നുകൊണ്ട് തീ കത്തിക്കാം. ചെമ്മീനായി. ഇനി തീ ഓഫ് ചെയ്യാല്ലേ? ഓഫ് ചെയ്തോ ചേട്ടൻ. ഒന്ന് ഓഫ് ചെയ്തേ. അതെ അല്ല ചേട്ടനും ചേച്ചിക്കും ഗസ്റ്റ് ഉണ്ടായിരുന്നു. അത് തന്നെ അവരിങ്ങോട്ട് വരാത്ത. അല്ലെങ്കിൽ വന്നാൽ അല്ല അവര് വന്നു പോയി. ഗസ്റ്റുകളൊക്കെ പോയി. മട്ടൻ ബീഫ് മീൻകറി ഒക്കെ ഇരുന്നാണ് സ്പെഷ്യൽ. നമ്മൾ വെറുതെ ഈ ചരക്കും ചെമ്മീനും കൂട്ടാൻ വെച്ച് സമയം കളഞ്ഞു. അങ്ങോട്ട് ചോറിനാൻ പോയാൽ മതിയായിരുന്നു. ഇല്ല ചേട്ടാ എനിക്കങ്ങനെ തോന്നുന്നില്ല. മട്ടൻ ആയതുകൊണ്ടാവും. എനിക്ക് കുക്കുംബർ ഉണ്ടല്ലോ. ഓ കുക്കുംബർ രാത്രിയിലേക്കല്ലേ? തീ ഓഫ് ആക്കുന്നു പറഞ്ഞിട്ട് ചേട്ടൻ. അതിൽ വെള്ളം തെളിക്കുക വേണ്ട. കേരളത്തിലെ ഏറ്റവും വലിയ കുക്കുംബർ. അതന്നെ അത് പറയാലോ. ഇതിൽ വലുതുണ്ടെങ്കിൽ ആളുകൾ പറഞ്ഞോട്ടെ. ഞങ്ങൾ അവിടെ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞോട്ടെ. അല്ല ചേട്ടൻ ഊണ് കഴിഞ്ഞിട്ടുണ്ടാവൂല്ലേ? വിരുന്നുകാരുണ്ടായിരുന്ന കാരണം. അതെ അത് മതി.
എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും അറിയാം. ഞങ്ങൾ ചോറിനാൻ പോകണല്ലോ. ഉണക്ക ചെമ്മീൻ ഇങ്ങനെ പുറത്ത് തിന്നാൻ ഭയങ്കര രസമല്ലേ. അയ്യോ അബദ്ധം പറ്റി. എന്നിട്ടാ ഞാൻ അടല എടുത്ത് തിന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്കൊരു ഒരൊറ്റ കഷ്ണം മതി, ഒരു ചെറുത്. എന്തോരം നടാം കൊള്ളി. ഉപ്പിടണോ? മുളക് പൊടി ഇട്ടു. മുളക് പൊടി കൂടി അതേമേ. മഞ്ഞൾപ്പൊടി. സാധാരണ പച്ചമുളക് ഉണ്ടിട്ട് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ. ഇത് അടപ്പത്ത് വയ്ക്കാൻ പോലെ. ഇനി കുറച്ച് അരപ്പ് കൂടി ചേർക്കാണ്ട് അത് സൈഡ് അരച്ചുകൊണ്ടിരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തല നാളികേരത്തി കൂടെ അരയ്ക്കാൻ പോവാട്ടാ. ഉടല് ഇതിലിടും, ചട്ടിയിലിടും. പണ്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ലേ, ഒറ്റ കൂട്ടിയിട്ട് ഒറ്റ അരക്കില്ല. ചെമ്മീൻ്റെ ഒരു മണം കിട്ടിയാൽ മതി. അവിടെ 5-6 ചെമ്മീനാണ് ഉണ്ടാവുക. അതിലൊരു 3-4 നമ്മൾ തിന്ന് കഴിക്കും. രാജലക്ഷ്മി ചേച്ചി എന്ന് പറഞ്ഞത് കണ്ടില്ലേ, ഉള്ളി കാച്ചണേലാണ് ഇതിടണേ. ലാസ്റ്റ് ഉള്ളി കാച്ചിട്ടാണ് ചെമ്മീനടക്കം വറുത്തിട്ട് ഇടണത്. അപ്പൊ നമ്മൾ വിചാരിക്കും കൂട്ടാനില് ഇതിന്റെ മണം കിട്ടുമെന്ന്. മണം കിട്ടും. പല സ്ഥലത്തും പലതരത്തിലാണ് വെക്കുന്നത്. മാങ്ങയും ഇതും അല്ല തന്നെ കഴിക്കണ, ഉപ്പും മുളക് പൊടിയും. എന്താ പുളി ഇഷ്ടല്ലേ? ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങി പോവും, അത്രയും ബെസ്റ്റ് കാലാവസ്ഥ. ആൾക്കാർ തിന്നുന്നുണ്ട്. അതന്നെ അനിലൻ ചേട്ടനെ 2 നേരം പല്ല് തേക്കും ഇങ്ങനെ ഉമിക്കരിയിൽ ഉപ്പിട്ടിട്ട്. അപ്പോ പല്ലിൻ്റെ ഇനാമലൊക്കെ പോയിട്ട് പിന്നെ പല്ല് പുളിക്കാണ്ടിരിക്കുവോ? അവിടെ കണ്ടമാനമാവുന്നുണ്ടല്ലേ പല്ല് പുളിച്ചിട്ട്. ഈ കന്യാങ്ങിക്കും ചുക്കുണ്ട തിന്നണോ ആൾക്കാർ പൊട്ടിച്ച്. അങ്ങനത്തെ കണ്ണിയാണ്. അപ്പോ ഈ പൊട്ടിക്കും തോറും അതേപോലെ ഉണ്ടാവണതേ. ഈ നമ്മള് പറയില്ലേ കരിക്ക് വെട്ടി കഴിഞ്ഞാൽ തെങ്ങുമ്പോ കൂടുതലുണ്ടാവുന്നത്. അതന്നെ. അതുപോലെ മാങ്ങ കന്യാങ്ങാരായി പൊട്ടിച്ചതിന്റെ ആൾക്കാർക്ക് വായൊരു വെള്ളം ഉണ്ടാവില്ലോ പണി നേരത്ത്. ഈ മാങ്ങ തിന്നുമ്പോഴേക്കേ വായ വെള്ളം പറ്റി നടക്കണ്ടല്ലോ അല്ലേ. ഉപ്പ് കൂട്ടിയിട്ട് പല്ലേക്കിന് നിർത്തിക്കോട്ടാ പറഞ്ഞോട്. പല്ല് ഡോക്ടർ അല്ലേ. എല്ലാ സാധനങ്ങളും ചേർത്തു. ഇതിലിനി ഇഞ്ചിയും ചുമന്നുള്ളിയും ചതച്ചിടാണ്ട് കേട്ടാ. ഞാൻ ചതച്ചിട്ട് വരാം. അതിനിത് ആവശ്യമില്ല, ഉണങ്ങി എടുക്കണ വിറകാണ്. പോയിട്ട് വന്നോ. അപ്പൊ എനിക്ക് ചോറ് എടുത്ത് പോന്നോട്ടാ. ഇനി രണ്ടാമത് നടക്കണ്ടല്ലോ. ആ മോട്ടർ വിട്ടോട്ടാ. നമ്മുടെ കൂട്ടാൻ അടുപ്പത്ത് വെച്ച് സരിത അരയ്ക്കാൻ പോയി. അല്ലാണ്ട് ടിക്കിൻ്റെ കൂട്ടാനിൽ വല്ലതും വീഴുണ്ടോ നോക്കാനായിട്ട്. നമുക്ക് പുതിന തണ്ട് കുഴിച്ചിടാനുള്ളത് അല്ലാണ്ട് അവിടെ നിന്ന് അത് 2-3 പറയ്ക്കാം. ചെറിയ ഉണ്ട് അവിടെ ഇഷ്ടം പോലെ. ഇതാണ് ഇവിടുത്തെ പുതിനേര കേട്ടോ. അപ്പോൾ നമുക്കൊരു 2 തണ്ട് എടുക്കാം. അപ്പം നനയ്ക്കും തോറും ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതെടുക്കാം. മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് നന്നായി അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അതിപ്പോൾ മതി. എന്ത് നല്ല മണം. ഇത് നമ്മൾ തട്ടി നിരത്തിയ സ്ഥലമാണ് കേട്ടത്. അപ്പോൾ വെറുതെ 2-3 സ്ഥലത്തായിട്ട് നട്ടു കൊടുക്കാം. സിമ്പിൾ പരിപാടിയാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ പരക്കും. സെറ്റായി. ഇനി എനിക്ക് നമുക്ക് വെള്ളം വിടാം. കണ്ടാ എന്തൊരു പെട്ടെന്ന് പുതിന നടൽ കഴിഞ്ഞ്. ഇപ്പോൾ ഉച്ചരിഞ്ഞ വെയിൽ ഇനിയിപ്പോൾ അങ്ങനെ വരില്ല, അതിനെ വാട്ടർ ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ പറിച്ച് നടന്നതൊക്കെ ഉച്ചരിഞ്ഞാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ രാത്രിയിലത്തെ ആ തണലൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം കിട്ടും. ഇനി എൻ്റെ കൂടെ നിന്നോട് ആരെങ്കിലും പറയാൻ പറഞ്ഞു. ഇനി നനഞ്ഞ് നന്നായി കുതിരട്ടെ. കഴിഞ്ഞു.
ഞാനേ സരിതിക്ക് ചോറ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ വെച്ചിട്ട് ഞാൻ അത് പിടിച്ചു വന്നു. ഇനി ഇവിടെ മറക്കണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണമല്ലോ. അയ്യോ കൂട്ടാൻ എന്താ ദൈവമേ, ഇഞ്ചി ഉള്ളിയും ചതച്ചിട്ടിട്ടില്ലേ കൂട്ടാനില്? അതെ, ഇഞ്ചി ഉള്ളി ചതക്കണം. അല്ല, ഇഞ്ചി ഉള്ളി ചതക്കുന്നതല്ല, ചതച്ചിടുന്നു. അതെ, ചാറ് വെച്ച് തുടങ്ങി. ചേട്ടൻ ഇളക്കിട്ടിട്ടുണ്ടായിരുന്നോ? ആ അല്ല ചേട്ടാ, ഇളക്കിണ്ടായിരുന്നോണ്ട് ഞാൻ നോക്കിയില്ല ചേട്ടാ. ഞാൻ ആ ഇതിൽ പണിയെടുക്കലായിരുന്നു. പണിയെടുക്കലൊന്നുമില്ല. പുതിനയൊക്കെ നട്ട് കഴിഞ്ഞു, നനയ്ക്കൽ കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. കുറച്ചും കൂടി ഉപ്പ് വേണമല്ലേ? ഇത് വെന്തുണ്ടാവൂല്ലേ? വെന്തുണ്ടാവും. എന്നാലും ആ ഇഞ്ചിയും ഉള്ളി ചേർത്തല്ല, ഒന്ന് തിളച്ചോട്ടെ, അതിൻ്റെ ഒരു കുത്തു പോകാനായിട്ട്. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ചോറിനാനുള്ള കൊതിയിലിരിക്കുകയാണ്. എന്താ കുടിക്കണമെന്നില്ലേ? ഞങ്ങള് ഇന്നലെ മിനിഞ്ഞാന്ന് മറ്റേ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ പോയി കണ്ടു കേട്ടാ. പൊന്മാൻ ശരിക്കും പൊന്മാൻ എന്നല്ല. നല്ല പടാട്ടാ, നല്ല രസം കണ്ടിരിക്കുക. നല്ല രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിരിമുറുക്കത്തോടു കൂടി കണ്ടിരിക്കുക. ഒരു ആകാംക്ഷ അവസാനം വരെ ജനിപ്പിക്കുന്നുണ്ട്. നല്ല പടായി, നല്ല രസം എന്ന് പറഞ്ഞാൽ ഞാൻ ആസ്വദിച്ചു. ആ ഭാഗത്ത് നമുക്ക് ഈ സ്ത്രീധന സമ്പ്രദായത്തിനോട് അതിനോട് ഭയങ്കരമായൊരു വെറുപ്പ് തോന്നും അല്ലേ? കൊല്ലം വശത്തെ കഥയാണ്. കൊല്ലം വശത്തൊക്കെ കൊല്ലം എന്ന് പറഞ്ഞാൽ ഇന്ദുബാബന്റെ വീട് കൊല്ലത്തങ്ങടല്ലേ? കഥ എഴുതിയിരുന്ന ഇന്ദുബാബല്ലേ? ഇന്ദുബാബന്റെ നോവലാണ്. ആ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ആളെ സ്ക്രിപ്റ്റ്. ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ദുബാബനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ആളുടെ ഒരു നാടകം ചോരക്കാലം എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, ആളുടെ ചെറുകഥ മാതൃഭൂമിയിൽ വന്നു. ആ മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ചെറുകഥ ഞാൻ നാടകമാക്കി ഇട്ടേന്ന് ചോദിക്കാനായിട്ട് ആൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് വിളിക്കുകയല്ല, ഞാൻ ഇങ്ങനെ നാടകമാക്കണമെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അടുത്ത് ചോരക്കാലം എന്ന് പറഞ്ഞിട്ട് ഇന്ദുബാബൻ്റെ അങ്ങനെ എന്തോ ഇതിട്ടു. അപ്പോൾ ആളെ സുഹൃത്തിന്, ബാംഗ്ലൂരിലൊരു സുഹൃത്താണ് എനിക്ക് ഫോൺ നമ്പർ തരുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടത്. എന്നിട്ട് അപ്പോൾ ഞാൻ ഫോൺ നമ്പർ കൊടുത്തപ്പോൾ ആൾ വിളിച്ചു. ഇന്ദുബാബനായിട്ട് സംസാരിക്കുക. ആളിങ്ങനെ അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദുബാബൻ്റെ ചില കഥകൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആൾ ചോദിച്ചു, അതെങ്ങനെ നാടകമാക്കാൻ പറ്റുക? ആ കഥ അതൊരു കടൽ തീരമാണ് മെയിനായിട്ട്. മ്യൂസിക്കൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തിരമാല വരുന്ന ശബ്ദം വേണം, കാരണം ആ സ്റ്റോറി നടക്കണ ആ പശ്ചാത്തലം എന്ന് പറയുന്ന ഒരു കടലിന്റെ അടുത്താണ്. അപ്പൊ നാടകമൊക്കെ എഴുതി എല്ലാം സെറ്റാക്കി പറ്റാൻ ചോദിച്ചു ആള്. ഒരു നേരത്തെ വിളിച്ചത്. വൈകുന്നേരം 7 മണി നേരത്തെ നമ്മൾ പുറത്ത് കൂട്ടാൻ വെച്ച മിറ്റത്ത് അപ്പുറത്ത് ബാക്കിൽ കൂട്ടാൻ വെച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ആൾക്ക് വിളിച്ചത്. അതെനിക്ക് ഓർമ്മയില്ല എങ്ങനെ വിളിച്ചത്. എന്നിട്ട് ആള് പറഞ്ഞു, ആള് ചോദിച്ചു നാടകമാക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു നാടകമാക്കണമല്ലോ എന്ന് പറഞ്ഞു. റിഹേഴ്സൽ പോലും നടന്നില്ല. റിഹേഴ്സൽ അല്ല, സ്വല്പം നടന്നു. എന്നിട്ട് ആള് പറഞ്ഞു ആളെ കുറച്ച് സുഹൃത്തുക്കളും കൂടിയിട്ട് നാടകം കാണാൻ അക്കാദമിയിലേക്ക് വരുന്നു പറഞ്ഞു. ഡേറ്റ് പറഞ്ഞു. പിന്നെ റിഹേഴ്സൽ നടക്കാനായിട്ട് അവിടുത്തെ ചിലവരൊക്കെ ഒഴിവായി പോയി. അതുകൊണ്ട് പിന്നെ നാടകം നടന്നില്ല. നാളികേരം അല്ല, ഒരു നാളികേരം ചെറിയിട്ട് ഇതുള്ളാകെ ബാക്കി ഞാൻ അവിടെ വിചാരിച്ചായിട്ട് അത് ബോക്സിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടാവുന്നു. പറ്റിപ്പോവും, ഉള്ളത് കളയണ്ട. ആ നാളികേരം അരച്ചത്, ചെമ്മീനും കൂടി അരച്ചത്, ചെമ്മീൻ്റെ തല അരച്ചതും കൂടിയിട്ട് ചേർത്തു. പക്ഷെ ഞാൻ ആ നാടകമല്ലേ വളരെ ഭംഗിയായിട്ട് എഴുതി, അല്ല ആ ചെറുകഥ വളരെ ഭംഗിയായിട്ട് എഴുതി ഇട്ടുണ്ട് കേട്ടോ. നാടകം ത്രസിപ്പിക്കുന്ന നാടകം. അത് പ്രേമേട്ടൻ വായിച്ചിട്ടുണ്ടാവില്ല. വായിച്ചിട്ടില്ലേ? പ്രേമേട്ടൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്നതാ അത്. പ്രേമേട്ടൻ ഇഷ്ടപ്പെടുന്ന തീമാണ് അതിന്റെ. അതന്നെ ഇത് കൂട്ടാൻ അതല്ല, ഈ കൊല്ലം വശത്തൊക്കെ ഈ സ്ത്രീധന സമ്പ്രദായം, ഇങ്ങനെ കല്യാണത്തിന് പിരിവ് വാങ്ങിക്കല്, അതൊക്കെ ഇപ്പോഴും ഉള്ളത് കൊണ്ടല്ല കഥ എഴുതിയിട്ടുള്ളത്. ഞാൻ ആ കഥ വായിച്ചിട്ടില്ല. ഭയങ്കര നമ്മുടെ പെണ്ണുങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല അല്ലേ? ഇങ്ങനെ കണക്ക് പറഞ്ഞ് സ്ത്രീധനം വാങ്ങിക്കലും സമ്മതിക്കരുത് കല്യാണം കഴിക്കാനായിട്ട്. അങ്ങനെ കണക്ക് പറഞ്ഞ് നമ്മളൊരു പഠിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് നമുക്ക് എന്താ ജീവിച്ചുകൂടെ? ഇങ്ങനെ കണക്കും പറഞ്ഞ് സ്ത്രീധനം വാങ്ങിക്കണവരുടെ കൂടെ പോയിട്ട് അവരെ അടിമയായിട്ട് ജീവിക്കണം അല്ലേ? ഞാനെന്തൊട്ട് പറയണത്, എനിക്ക് അല്ല നമ്മൾ പറഞ്ഞോണ്ട് സ്ത്രീധനം അല്ല, അതല്ല ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ? നല്ലതാണ്. പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ടാവുന്നത് സ്ത്രീധനത്തിനെതിരെ പോരാടുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. എന്താ സാരി നോക്കണം, ഞാൻ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല കല്യാണം കഴിച്ചെന്ന്.
ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അങ്ങനത്തെ ഒരു ചോദ്യം ധ്വനി മുഖത്ത് ഉണ്ടായിരുന്നില്ല. ഉപ്പുണ്ടാ? ഉപ്പ് വേണം. ഇത്തിരി പുളി ഒഴിക്കായിരുന്നു അല്ലേ? പുളിയും കിളിയൊന്നും വേണ്ടല്ലേ? ഇത് കഴിഞ്ഞ് കഴിക്കുക. നീ കാത്തിരിക്കാം. കൂട്ടാൻ കാച്ചാത്രയുള്ളൂ, കഴിഞ്ഞു. ഉള്ളി അരിഞ്ഞോ? നമ്മുടെ കൂട്ടാൻ വറ്റി തുടങ്ങിയിട്ടാ. അപ്പോൾ താഴേക്ക് ഇറക്കിയേക്ക്. ഇവിടേക്ക് ഇറക്കി വെച്ചാൽ വെറുതെ ഇതുമേ തീരടി ഇല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഡവറാമ മാറ്റി വെച്ചു. സ്ഥലത്ത് കാച്ചാൻ പോകണം. പപ്പടം കാച്ചുണ്ട് കേട്ടാ. ഇതിൽ തന്നെ ചെമ്മീൻ വറുത്തൽ തന്നെ പപ്പടം കാച്ചാം. ഞാനേ ഈ വീഡിയോ കുടിലിൽ വെച്ചിട്ട് ചെയ്യാം, ഇതൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോയിട്ടെന്ന് പറഞ്ഞതാണ് കേട്ടാ. അപ്പം ചേട്ടൻ പറഞ്ഞു, കുടിലിൽ ചെയ്യുമ്പോൾ ചേട്ടനൊപ്പം എൻ്റെ ഇരിക്കും. ഇവിടെ ആകുമ്പോൾ നീ കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് എനിക്ക് കുറേ പണികൾ ഇവിടെ ചെയ്യാണ്ടെന്ന് പറഞ്ഞു. ഫുൾ ടൈം എന്നിട്ട് ഇവിടെ ഉണ്ട്. ഇല്ലേ, ഞാൻ അടിപൊളിയായിട്ട് പണി ചെയ്ത്. വെയിൽ കാരണം കേട്ടാ, അല്ലെങ്കിൽ ഞാൻ കുറേ നേരം ചെയ്തേനെ. കാലത്ത് ഇപ്പോൾ 6 തൊട്ടിട്ട് തുടങ്ങിയതല്ലേ ഞാൻ പണി. പപ്പടം കാച്ചാൻ ഭയങ്കര രസാട്ടാ. അതന്നെ, കാറ്റും ഇളം കാറ്റ്, നല്ല ഒരു കാറ്റ്, ഭയങ്കര സുഖം. ഇതെവിടെ വാങ്ങിച്ച പപ്പടം? നമ്മുടെ ഇവിടുന്ന് തന്നെ, ജയിൻ്റെ അവിടെ നിന്ന്. അയ്യോ, അത് പോണെന്ന് കൈ മുട്ടിക്കണേ. അത് ഞാൻ അങ്ങോട്ട് തള്ളി വിടല്ലേ. ഉള്ളിയരിയിൽ കഴിഞ്ഞു സരിതര കടാ. അങ്ങനെ ആവണം. ഒരു ചെറിയൊരു മഞ്ഞ ബ്രൗൺ കളർ വരണം പപ്പടത്തിന്. എല്ലാം പോളയില നടുവിൽ കൂടെ ഒരു കുത്തു കൊടുക്കുക ചേട്ടാ. നടിയോടെ ഇങ്ങനെ കുത്തു കൊടുക്കും. അയ്യോ, സോറി ചേട്ടാ, ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. തീ കൂടി. ഇനി തീ കുറയ്ക്കാൻ പറ്റില്ല. വിറകെടുത്ത് മാറ്റി വയ്ക്കാനേ പറ്റില്ല. ഞാനേ ആദ്യം വിചാരിക്കേ പോളയ്ക്കണതല്ല നല്ലത്. ഇപ്പൊ പോളയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നടുവിൽ ഇങ്ങനെ കുത്തു കൊടുക്കണം, ഒറ്റ പോള വരാണ്ടിരിക്കാൻ. അതെന്താ അപ്പം അങ്ങനെ ചെയ്യണാവോ എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ ഒറ്റ പോള വരുമ്പോ അത് ഇത്തിരി സമയം കഴിപ്പിക്കല് ചുങ്ങും. പക്ഷെ ഏട്ടന് അങ്ങനത്തെ അല്ലേ ഇഷ്ടം, ഒറ്റ പോള. വേറെ ഇങ്ങനത്തെ ഒരു കമ്പിയും പിന്നെ വേറൊരു കൊടക്കമ്പി ഉണ്ടാവും അല്ലേ പണ്ട് നമ്മുടെ വീട്ടിൽ കൊടക്കമ്പിയായിരുന്നു. കൊടക്കമ്പി തന്നെയാ പപ്പടം കാച്ചാനായിട്ട്. എന്നിട്ട് അത് വിളിച്ച് ഇങ്ങനെ കയറ്റി. എത്ര പപ്പടമായി ഇപ്പൊ മൊത്തം? 9 മതി. 9 പപ്പടം. അപ്പൊ അതിന്റെ പ്രൊപ്പോർഷൻ എങ്ങനെയായിരിക്കും? 5 പപ്പടം ചേട്ടനും 2 എനിക്ക് 2 ഇതിന് എങ്ങനെയായിരിക്കും? നിലത്ത് വീണതിനാണേ. അതിനൊന്നും പറ്റിയില്ല. ഇതിലധികമാണോ ചേട്ടാ വെളിച്ചെണ്ണ? പപ്പടം കാച്ചി കഴിഞ്ഞു. ഈ വെളിച്ചെണ്ണയിലാണ് ചേട്ടാ ഉള്ളി കാച്ചണം. നമ്മൾ കയ്യോടെ പപ്പടം കാച്ചിട്ടുള്ള വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഉപയോഗിക്കണത്. പിന്നെ ഇത് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാറില്ല. ഇത് വേപ്പിൻ്റെ ഇല ചേട്ടാ. വേപ്പിൻ്റെ ഇല ഇരുന്നോ? ഊരട്ടെ? അല്ല എടുക്കട്ടെ. ചൂടുണ്ട് ചൂടുണ്ട്. ഇതിന്റെ ചൂടുണ്ട്. ആ ചൂട്ടിലതാവും ചേട്ടാ. തട്ടിക്ക ആരോടാ? നിന്നോട്. അയ്യോ കൂട്ടാൻ കട്ടായി പോയി. അത് ചട്ടിക്ക് ചൂടുള്ള കാരനാ. അത് മൺചട്ടിയിലാകുമ്പോൾ ഇത്തിരി കൂടി ചാറോടെ ആക്കണ്ട വരുന്നത് മാത്രം. കഴിഞ്ഞ പരിപാടി. നമ്മുടെ ചോറ് സരിത കൂട്ടാൻ കയ്യിൽ ഇവിടെ ഇരുന്നാ മതി. നമ്മുടെ പറമ്പിലത്തെ ചരക്കും ചെമ്മീനും. ചരക്ക് മാത്രമല്ലോ പറമ്പിലത്തെ. പപ്പടം എടുക്ക് സരിത. പപ്പടം 2 പപ്പടം മതി. പോളയുള്ള പപ്പടം എടുത്തോ. പപ്പടം കൂട്ടി മഴക്കി മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാമായിരുന്നു. ഇഷ്ടംപോലെ മാങ്ങയുണ്ട്. മറ്റേ നല്ല എരിവുള്ള വെള്ളക്കാന്താരി ഉണ്ട്. അല്ലാണ്ട് ഫസ്റ്റ് ഉള്ള സരിക്ക് കൊടുത്തു. ചമ്മന്തി അരയ്ക്കാൻ നാളികേരില്ല എന്ന് മാത്രം. കുറേ ചെമ്മീനുണ്ടായിരുന്നു കടിക്കാൻ. നല്ല രസമുണ്ട് ഇല്ലേ? സൂപ്പർ കൂട്ടാട്ടാ. ചരക്കൊക്കെ അലിഞ്ഞു പോയിന്നുണ്ട്. ചരക്കൊന്നും കാണാനില്ല. ചെറിയേട്ടനെ നിങ്ങോട്ട് കണ്ടില്ലല്ലോ. ഉണ്ടാവില്ല. പപ്പടം ഉണ്ടെങ്കിലാണ് ഇത് കേമാവട്ടെ കൂട്ടാൻ.
അല്ല ചേട്ടൻ്റെ അവിടെ നിന്ന് ഇത്തിരി ബീഫ് എടുത്തിട്ട് വരണേ. ഏയ് വേണ്ട കേട്ടോ, ഒന്നും വേണ്ട. അപ്പോൾ ഞങ്ങളത് കഴിക്കട്ടെ. ചേട്ടൻ വിരുന്നുകാർ വരുന്നുണ്ടെന്ന് 9 മണിക്കാണ് അറിഞ്ഞത്. അവരെ ഒരു കല്യാണം കഴിഞ്ഞ് പുതുമോടിയിലുള്ള ചെക്കനും പെണ്ണും അവരമ്മയൊക്കെ കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ പെട്ടെന്ന് വരുന്നു കേട്ടപ്പോൾ മട്ടൻ ബീഫ് മീൻകറിയൊക്കെ വേഗം ഉണ്ടാക്കി. മീൻകറി ഇന്നലത്തെയെന്ന് പറഞ്ഞു. പക്ഷേ അവർ മട്ടൻ കഴിക്കില്ല. പിന്നെ അവരുടെ അമ്മയാണെങ്കിൽ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. അവർ മൊത്തത്തിൽ അവർക്ക് പച്ചക്കറി ആണ് ഇഷ്ടം. അങ്ങനെ അപ്പോൾ മട്ടനും ബീഫൊക്കെ ബാക്കിയായിട്ടുണ്ടാവും അതിന് ചേട്ടൻ. അതാണ് ഒരു വിഷമം. അതിനും ചോദിച്ചിട്ട് ബീഫ് എടുത്തിട്ട് വരണോ. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ അടുത്ത് ഒന്നുമല്ല. അതാണോ പറയാൻ വരുന്നത്? ശബ്ദം ഉണ്ടാക്കി കഴിക്കാണ്ടിരിക്കണം. അപ്പോൾ ഞാനത് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.